മുടികൊഴിച്ചിലാണോ നിങ്ങളുടെ പ്രശ്നം? സംതിങ് ഈസ് ഗോയിങ് റോങ് ഇൻ യുവർ ബോഡി എന്ന് നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ഒരു ലക്ഷണമായിട്ടാണ് ഹെയർ ഫോളിനെ കാണുന്നത്. കാരണം ഹെയർ ഫോൾ ഉണ്ടാവാൻ പലതരം കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ബൽക്കീസ് ബാനു. 50% ആളുകളിലും ഹെയർ ഫോൾ ഉണ്ടാവാൻ കാരണം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. അതിൽ വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, സെറം ഫെറിറ്റിൻ, HB, തൈറോയ്ഡ് ലെവൽ ഇവയൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സാധാരണയായി വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിന്നിങ് ഓഫ് ദ ഹെയർ, മുടി ഉള്ളു കുറയുക, അതുപോലെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവുക, ഇവയൊക്കെയാണ് സാധാരണ കാരണം. അതുപോലെ തന്നെ ഇത് കാൽസ്യം അബ്സോർപ്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ്. അപ്പോൾ കാൽസ്യം ലെവലും കുറയും. വൈറ്റമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നര വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ HB കുറഞ്ഞു കഴിഞ്ഞാൽ അനീമിക് ആകുകയും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും ന്യൂട്രിയൻസ്, ഇപ്പോൾ ഹെയർ ഫോളിക്കിളിന് വേണ്ട ന്യൂട്രിയൻസ് ലഭിക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിന് നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെന്ന് കണ്ടാൽ അവ കൂടുതലുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഇനി ഇതുകൂടാതെ നിങ്ങളുടെ നിത്യമായിട്ടുള്ള ഡയറ്റിൽ 1 ഗ്ലാസ് പാല്, 2 മുട്ട ഉണ്ണിയോടെ കൂടെ, യോക്കോടെ കൂടെ, പിന്നെ ബനാന, നേന്ത്രപ്പഴം, അതുപോലെ റെഡ് കളറും യെല്ലോ കളറും ഗ്രീൻ കളറും ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫോർ എക്സാമ്പിൾ ഓറഞ്ച്, ആപ്പിള്, മാങ്ങ, മത്തൻ, തണ്ണിമത്തൻ, ഉറുമാമ്പഴം, ബ്ലൂബെറി, സ്ട്രോബെറി തുടങ്ങിയവയൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ചീരയില, മുരിങ്ങ ഇല, ബ്രൊക്കോളി തുടങ്ങിയ എന്തായാലും ഭക്ഷണത്തിൽ എന്നും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൂടാതെ ഒരു പിടി നട്ട്സ് ആൻഡ് സീഡ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നട്ട്സിൽ 2 ബദാം, 2 വാൾനട്ട്, 2 അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ 2 പിസ്ത, 1 സ്പൂൺ ഫ്ലക്സ് സീഡ്, 1 സ്പൂൺ ചിയാ സീഡ്, 1 സ്പൂൺ കറുത്ത എള്ള്, 1 സ്പൂൺ സൺഫ്ലവർ സീഡ്, 1 സ്പൂൺ കരിഞ്ചീരകം, ഇവ അടങ്ങിയിട്ടുള്ള ഒരു പിടി ഈ നട്ട്സ് ആൻഡ് സീഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ്, ഇപ്പം ഈ മേൽ പറഞ്ഞ ന്യൂട്രിയൻസും അതുകൂടാതെ സിങ്ക്, സെലീനിയം, ബയോട്ടിൻ തുടങ്ങിയ നമ്മുടെ ഹെയറിന് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ഒരുവിധം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, ഡെയിലി റൂട്ടീനിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ മാത്രം സപ്ലിമെന്റ്സ് വാങ്ങി കഴിക്കുക. അത് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം കഴിക്കുക. കാരണം നമുക്ക് നിങ്ങളുടെ ഡെഫിഷ്യൻസി എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഡോസിലാണ് നിങ്ങൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരാം. ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ ഡി കൂടുതൽ ഹൈ ഡോസിൽ നമ്മൾ കഴിക്കുമ്പം അതിൻ്റെ കൂടെ വൈറ്റമിൻ K കൂടി ഉൾപ്പെടുത്തണം. ഇല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ പോലെ കാൽസ്യം അബ്സോർബ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഈ കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന കാൽസ്യം നമ്മുടെ ഹാർട്ടിലും ബ്ലഡ് വെസൽസിലൊക്കെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തത് പലതരം അസുഖങ്ങളും ഉണ്ടാക്കും. ഇപ്പോൾ എപ്പോഴും ഒരു സപ്ലിമെന്റ്സ് കഴിക്കുമ്പോൾ ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം കഴിക്കുക. ഇനി ഇതുകൂടാതെ റിഡൻസിൽ, പ്രോകാപ്പിൽ, ബയോകാപ്പിൽ, അതുപോലെ അനാഗൈൻ പോലുള്ള ആക്റ്റീവ്സും മൾട്ടിപെപ്റ്റൈഡ്സും അടങ്ങിയിട്ടുള്ള മൾട്ടിപെപ്റ്റൈഡ് ഹെയർ സെറംസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ ഒരു 10 തുള്ളി വീതം 2 നേരം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുക. ഇങ്ങനെ ഒരു 3 മാസം കറക്റ്റായിട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പ് അൺഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ സ്കാൽപ്പിൽ ഡേർട്ടും ഓയിൽ സെക്രേഷൻ കൂടുതലുള്ള സമയം ഡേർട്ടായിരിക്കുക, അല്ലെങ്കിൽ ഹാർഷായിട്ടുള്ള ഷാംപൂസ് അധികം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡ്രൈ ആയിരിക്കുക, ഇങ്ങനെ സെൻസിറ്റീവ് ആയിരിക്കുന്ന സ്കാൽപ്പിൽ പെട്ടെന്ന് ഡാൻഡ്രഫ്, സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലാണെങ്കിൽ നമ്മൾ ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി ആയിട്ട് മരുന്ന് കഴിച്ചാൽ മാത്രമേ ഇത് മാറുള്ളൂ. കാരണം ഇത് ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാണ്. പിന്നെ ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ എന്നും നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുക. അതുപോലെ നോർമൽ സ്കാൽപ്പ് ആണെങ്കിൽ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും സ്കാൽപ്പ് വാഷ് ചെയ്തിട്ട് എപ്പോഴും സ്കാൽപ്പ് ഹെൽത്തി ആയിരിക്കാൻ സൂക്ഷിക്കാം. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കാരണമാണ്. സ്ട്രെസ്, ടെൻഷൻ, ടെൻഷൻ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള കോർട്ടിസോൾ ഇൻക്രീസ് ചെയ്യും. ഈ കോർട്ടിസോൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഫോളിക്കിളിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുകയും ഹെയർ ഫോളിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ കോർട്ടിസോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിറ്റേഷന്, അതുപോലെ ബ്രീത്തിങ് എക്സസൈസ്, യോഗ ഇവയൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഓയിൽ മസാജ് ചെയ്യുക, അതുപോലെ തന്നെ ആയുർവേദത്തിൽ ലഭിക്കുന്ന അശ്വഗന്ധം, അതായത് അംകുര ചൂർണം, ബ്രഹ്മിയുടെ ചൂർണം, ജടാമാഞ്ചി ചൂർണം, അതുപോലെ തന്നെ തുളസി, ശംഖുപുഷ്പം ഇവയൊക്കെ കോർട്ടിസോൾ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ ചൂടുള്ള 1 ഗ്ലാസ് പാലിലേക്ക്
ഒരു സ്പൂൺ അശ്വഗന്ധ ചൂർണവും 1 സ്പൂൺ ബ്രഹ്മി ചൂർണവും ചേർത്ത് കഴിക്കുന്നത് നമ്മൾ കോർട്ടിസോൾ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ. ഫോർ എക്സാമ്പിൾ ആൻഡ്രോജനിക് അലോപീഷ്യ, അതായത് ടെസ്റ്റോസ്റ്റിറോൺ, ജെൻസിൽ കാണുന്ന ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺസ് DHT ആയിട്ട് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെയർ ഫോളിക്കിളിനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ഹെയർ ഫോളിന് കാരണമാവുകയും ചെയ്യും. ഇത് ജെൻസിൽ മാത്രമല്ല, ലേഡീസിലും കാണുന്നുണ്ട് ഈ അസുഖം. അതുപോലെ തന്നെ PCOD, പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ്, ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെയുള്ള പോസ്റ്റ് മെനോപോസൽ ആയിട്ടുള്ള ഹെയർ ഫോള്, പോസ്റ്റ്പാർട്ടം പ്രസവശേഷം വരുന്ന ഹെയർ ഫോളൊക്കെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഹോർമോണൽ ലെവലിനെ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ എന്തായാലും കൺസൾട്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് ജെനറ്റിക് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള അലോപേഷ്യ ഏരിയാറ്റ, യൂണിവാലിസ് ഒക്കെ. അപ്പം അതിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി മരുന്ന് അപ്ലൈ ചെയ്യേണ്ടി വരും, അകത്തേക്കും കഴിക്കേണ്ടി വരും. കൂടാതെ നമുക്ക് മോഡേൺ ടെക്നിക്കായിട്ടുള്ള മൈക്രോ നീഡ്ലിങ്, ലെഡ് തെറാപ്പീസ് ഒക്കെ യൂസ് ചെയ്യാം, മീസോ തെറാപ്പീസ്, കോക്ടെയിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഹെയർ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും കൊളാജൻ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഹെയറിന് റീഗ്രോത്ത് കൊടുക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അടുത്ത കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുടി കളർ ചെയ്യുക, സ്ട്രൈറ്റിങ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഫോളിക്കിളിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുകയും ഹെയർ ഫോളിന് കാരണമാവുകയും ചെയ്യുന്നതാണ്. ഇനി അടുത്ത റീസൺ എന്ന് പറഞ്ഞാൽ അൺഹെൽത്തി ആയിട്ടുള്ള ഗട്ട്. നമ്മുടെ ഗട്ട്, അതായത് ഗട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അത് എങ്ങനെയാണ് അൺഹെൽത്തി ആവുകയെന്നും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഗട്ട് നമ്മൾ എന്ത് കഴിച്ചിട്ടും കാര്യമില്ല, ഗട്ട് അൺഹെൽത്തി ആണെങ്കിൽ നമ്മൾ എന്ത് കഴിച്ചിട്ടും അത് അബ്സോർബ് ആവില്ല. അപ്പോൾ അതെന്താണെന്നും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പറയാം. സോ ഫോളോ മീ ഫോർ മോർ.